ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെ ഓശാന ഞായറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചേട്ടൻ്റെ അമ്മയും കൂടി ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കിയാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഈസ്റ്ററാണ്. അപ്പോൾ ഞാനും ചേട്ടൻ്റെ അമ്മയും കൂടിയാണ് ഈ വർഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ ദേ ഇവിടെ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണം. അപ്പോൾ അമ്മ ഇവിടെ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അടുക്കി പിടിക്കരുത്. അടുക്കി പിടിക്കാണ്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കണം. നന്നായിട്ട് കുറച്ച് നേരം ടൈം എടുക്കും ഇതൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വേവണം. അപ്പോൾ അമ്മ ഇവിടെ കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇതുപോലെ ചെയ്യണം, എന്നാലേ ഇത് ശരിക്കും പറ്റി വരുള്ളൂ. അപ്പോൾ ഇത് വറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികൾ ഇടാനുണ്ട് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ജീരകവും ഏലക്കയും ചുക്കും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ചേർത്തിട്ട് അമ്മ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് നേരവും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് കുഴക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് അമ്മ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ അരിപ്പൊടി വറുത്ത പൊടിയാണിത്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 3 കപ്പ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അമ്മ ഇവിടെ കുറച്ച് വെള്ളം ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം ആയതുകൊണ്ട് പൊടി നല്ല ചൂടായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ആദ്യം മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വെക്കണം. നന്നായിട്ട് കുഴയ്ക്കണം, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മാവ് ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അതിനെ ചെറിയ ബോൾസ് ആക്കണം. എന്നിട്ട് അതിലേക്ക് അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ബോളാക്കിയിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ പണ്ട് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഞങ്ങൾ ചെറുപ്പത്തിൽ പല ഷേപ്പിൽ ഉണ്ടാക്കുമായിരുന്നു. പൂച്ചയുടെ, ഗാന്ധിജിയുടെ, പിന്നെ കണ്ണുമൂക്കും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പല ഷേപ്പിൽ ഉണ്ടാക്കുമായിരുന്നു. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അമ്മ വേറെ എന്തൊരു ഷേപ്പിൽ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ പേരെന്നോട് പറഞ്ഞത്, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. പിന്നെ ഇതിൻ്റെ അച്ചൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ വെച്ചിട്ടുണ്ടാക്കാം. അമ്മ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതൊരു 2-3 ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനും കൂടി അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഉരുട്ടി ബോൾസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലിത്തട്ടിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിനെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പൊട്ടിയൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൊഴുക്കട്ടയും കൂട്ടി കൊടുത്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചേട്ടൻ കൊഴുക്കട്ടയൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ആൾ കഴിച്ചിട്ട് നല്ലതാണ്, സൂപ്പറാണ്, കൊള്ളാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാനും കഴിച്ച് നോക്കി, കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റാ.